ഹലോ ഓൾ. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ വീട്ടിൽ തന്നെ തുടങ്ങണം. ഇന്ന് മാതാപിതാക്കളും കുട്ടികളും ദിവസവും വീട്ടിൽ ഉപയോഗിക്കാവുന്ന 15 ഇംഗ്ലീഷ് സംഭാഷണങ്ങൾ ഷാഡോയിങ് രീതിയിൽ പരിശീലിക്കാം. എന്താണ് ഷാഡോയിങ്? കേട്ട ഉടനെ അതേ രീതിയിൽ ആവർത്തിച്ച് പറയുന്ന പരിശീലനം, ഇതിനെയാണ് ഷാഡോയിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഷാഡോയിങ് പ്രാക്ടീസ് ആദ്യം ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഗ്രാമറിലേക്ക് കടക്കും. ഞാൻ പറയുന്ന ഓരോ സെൻറ്റൻസുകളും നിങ്ങൾ അതുപോലെ ശ്രദ്ധിച്ച് കേട്ട് റിപ്പീറ്റ് ചെയ്യുമല്ലോ. Good morning. Did you sleep well? Yes, I slept very well. You brush your teeth? Yes, I did. Please come and have your breakfast. I'm coming right away. Did you finish your homework? Yes, I finished it yesterday. What did you learn in school today? I learned a new lesson. Please keep your room clean. Okay, I will do it now. Can you help me in the kitchen? Sure, I would be happy to help. Where is your school bag? It's on the chair. Did you wash your hands before eating? Yes, I did. Let's go for a walk this evening. That's a great idea. How was your day at school? It was wonderful. It's time to study. I will start right now. Thank you for helping me. You're welcome. Good night, sleep well. Good night, see you tomorrow. നമ്മളിപ്പോൾ ഈ സെൻറ്റൻസുകൾ റിപ്പീറ്റ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ ഷാഡോയിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ കണ്ട് ഈ സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് സംസാരശേഷിയും ഉച്ചാരണവും മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇനി നമുക്ക് ഗ്രാമർ ഭാഗത്തേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 പ്രധാന ടെൻസാണ്. അതിൽ ഒന്നാമത്തെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, രണ്ടാമത്തെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇത് രണ്ടും പാസ്റ്റ് ടെൻസിൻ്റെ ഭാഗങ്ങളാണ്. ഇത് കൂടാണ്ട് വേറെ 2 ടെൻസുകളുണ്ട് പാസ്റ്റ് ടെൻസിൽ. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും. ഇത് രണ്ടും നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും മാത്രമേ പഠിക്കുന്നുള്ളൂ. ഈ 2 ടെൻസും പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഇംഗ്ലീഷിൽ എളുപ്പത്തിൽ സംസാരിക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് തുടങ്ങാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ സംഭവം പറയാനാണ്. ഇതിൻ്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ വെർബിൻ്റെ സെക്കൻഡ് ഫോം, വെർബ് ടു നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഒബ്ജക്റ്റ് വരും. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഞാൻ ഇന്നലെ എൻ്റെ സുഹൃത്തിനെ സന്ദർശിച്ചു. ഞാൻ ഐ സന്ദർശിച്ചു, വിസിറ്റഡ്. അപ്പോൾ വിസിറ്റ് എന്നുള്ളതിൻ്റെ സെക്കൻഡ് ഫോമാണ് വിസിറ്റഡ്. അപ്പോൾ ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട് യെസ്റ്റർഡേ. അവൾ ഇന്നലെ രാത്രി ഭക്ഷണം പാകം ചെയ്തു. അപ്പോൾ അവൾ ഷീ ഭക്ഷണം പാകം ചെയ്യുക എങ്ങനെയാണ്? കുക്ക്ഡ് ഡിന്നർ ലാസ്റ്റ് നൈറ്റ്. ഷീ കുക്ക് ഡിന്നർ ലാസ്റ്റ് നൈറ്റ്. ഇവിടെ എപ്പോഴും നമ്മൾ വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ വൈകുന്നേരം ക്രിക്കറ്റ് കളിച്ചു. ഞങ്ങൾ വി കളിച്ചു, പ്ലേഡ് ക്രിക്കറ്റ്. അപ്പോൾ എങ്ങനെയാണ്? വി പ്ലേഡ് ക്രിക്കറ്റ് ഇൻ ദ ഈവനിങ്. അവൻ ഇന്നലെ ഒരു സിനിമ കണ്ടു. ഹീ വാച്ച്ഡ് എ മൂവി യെസ്റ്റർഡേ. അവൾ അവരുടെ പ്രോജക്റ്റ് പൂർത്തിയാക്കി. ദേ കംപ്ലീറ്റഡ് ദെയർ പ്രോജക്റ്റ്. ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കി. ഐ ഫിനിഷ് മൈ ഹോംവർക്ക്. ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമുക്കൊരു കാര്യം നോക്കാം. ഇവിടെ സബ്ജക്റ്റ് എന്ത് തന്നെയായാലും, നമ്മളിവിടെ പല സബ്ജക്റ്റുകളും കണ്ടു. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ. ഇത് ഏത് സബ്ജക്റ്റ് ആയാലും വെർബിൻ്റെ സെക്കൻഡ് ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്.
ഇതിൽ ഒരു മാറ്റവുമില്ല. അതായത് സബ്ജക്റ്റ് മാറിയാലും വെർബ് മാറില്ല. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഐ പ്ലേഡ് ഫുട്ബോൾ, വി പ്ലേഡ് ഫുട്ബോൾ, യു പ്ലേഡ് ഫുട്ബോൾ, ദേ പ്ലേഡ് ഫുട്ബോൾ, ഐ പ്ലേഡ് ഫുട്ബോൾ. എല്ലായിടത്തും വെർബ് ഒന്നു തന്നെയാണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? ഇതിൽ പാസ്റ്റ് ടെൻസും ഉണ്ട്, കണ്ടിന്യൂസ് ടെൻസും ഉണ്ട്. അതായത് പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പ്രവൃത്തി കഴിഞ്ഞു, അതായത് ഭൂതകാലത്ത് നടന്ന കാര്യമാണ്. പിന്നെ അതൊരു പ്രത്യേക സമയത്ത് ചെയ്തിരുന്നതാണ്. അപ്പോൾ അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലത്ത് ഒരു സമയത്ത് നടന്നുകൊണ്ടിരുന്ന പ്രവൃത്തി പറയുവാനാണ്. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇതിൻ്റെ സ്ട്രക്ചർ കുറച്ച് വ്യത്യാസമാണ്. എല്ലാ സബ്ജക്റ്റിനും ഒരേ വെർബല്ല. ഇപ്പോൾ സബ്ജക്റ്റ് ഐ, ഹി, ഷീ, ഇറ്റ്, അതായത് സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ വാസ് വെക്കണം പ്ലസ് വെർബ് പ്ലസ് ING. അതുപോലെ പ്ലൂരൽ സബ്ജക്റ്റോ അല്ലെങ്കിൽ വി, യു, ദേ വരുമ്പോൾ വേർ വെക്കണം, വെർബ് വെക്കണം, ING വെക്കണം. അപ്പോൾ ഈ ചാർട്ടിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവാൻ പറ്റും. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. എൻ്റെ സുഹൃത്ത് വിളിച്ചപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ സുഹൃത്ത്, അപ്പോൾ എന്താണ് എൻ്റെ സുഹൃത്ത് എന്നുള്ളതിന് മൈ ഫ്രണ്ട്. വിളിച്ചപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആദ്യം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ആദ്യം പറയണം. അപ്പം ഞാൻ ഐ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതിന് നമ്മൾ എന്ത് പറയണം? വാസ് സ്റ്റഡിയിങ്. ഐ വാസ് സ്റ്റഡിയിങ്. എപ്പോൾ? വെൻ മൈ ഫ്രണ്ട് കോൾഡ് മീ. അപ്പോൾ ഐ വാസ് സ്റ്റഡിയിങ് വെൻ മൈ ഫ്രണ്ട് കോൾഡ് മീ. രാത്രി 8 മണിക്ക് അവൾ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ ആദ്യം എന്ത് പറയണം? സബ്ജക്റ്റ്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? അവൾ. അവൾ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനെ നമ്മൾ എന്ത് പറയണം? ഷീ വാസ് കുക്കിംഗ് ഡിന്നർ അറ്റ് 8 PM. അവർ മൈതാനത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ, ദേ, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. were playing. They were playing football in the ground. ഞങ്ങൾ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ, we were watching television. അവൻ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. he was reading a book. കുട്ടികൾ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. the children were singing songs. സിമ്പിൾ പാസ്റ്റ് ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്നും നമുക്ക് നോക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ആക്ഷൻ പൂർത്തിയായ ആക്ഷനാണ്, കംപ്ലീറ്റ് ആയി. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഉദാഹരണം ഐ വാച്ച്ഡ് എ മൂവി, ഞാനൊരു സിനിമ കണ്ടു. എന്നാൽ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ അവിടെ കഴിഞ്ഞ കാലത്ത് നടന്ന പ്രവൃത്തി, പക്ഷേ അവിടെ ആ സമയത്ത് ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അത് പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. ഉദാഹരണം ഞാൻ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് വാച്ചിങ് എ മൂവി. നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഷാഡോയിങ് സെൻറ്റൻസസുകൾ പഠിച്ചു. അതായത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട സെൻറ്റൻസുകൾ നമുക്ക് ബൈ ഹാർട്ടാക്കാനായിട്ട് ശ്രമിക്കാം. കൂടാതെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും പഠിച്ചു. നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഈ 2 ടെൻസസും ഉപയോഗിച്ച് ഒരു 5 വാക്യങ്ങൾ സ്വന്തമായിട്ട് എഴുതി കമൻറ്റിൽ ഇടുമല്ലോ. ഗ്രാമർ പഠിക്കുന്നത് മാത്രം പോരാ, അതുപയോഗിച്ച് സംസാരിക്കുകയും വേണം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രധാന ടെൻസുമായി വീണ്ടും കാണാം. താങ്ക് യു.